സ്വന്തം രാജ്യത്തെ പൗരന്മാർ മരിച്ചു വീഴുമ്പോൾ രാജ്യത്തെ പ്രധാന സേവകൻ വിദേശത്ത് ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. സ്വന്തം വീട്ടിൽ പൗരന്മാർ മരിച്ചു വീഴുമ്പോൾ വിദേശ മണ്ണിൽ ക്യാമറകൾക്ക് മുൻപിൽ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് മോദി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് എക്സിൽ കുറിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. ഒരു തരി മനസാക്ഷി പോലുമുള്ള ഏതൊരു ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കും. എന്നാൽ പശ്ചാത്താപവും ഉത്തരവാദിത്വവും ഈ ഭരണകൂടത്തിന് അന്യമാണ് എന്നും TMC എക്സിൽ കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പുൽവാമ, പെഹൽഗാം, ഇപ്പോൾ ദേശീയ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ബോംബ് സ്ഫോടനം. ഓരോ തവണയും രാജ്യം ചോരയൊലിക്കും. ഓരോ തവണയും അതേ മനുഷ്യൻ അമിത്ഷാ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ, ഒരു തരി പോലും ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നു. ഒരു തരി മനസാക്ഷി പോലുമുള്ള ഏതൊരു ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കും. എന്നാൽ പശ്ചാത്താപവും ഉത്തരവാദിത്വവും ഈ ഭരണകൂടത്തിന് അന്യമാണ്. പ്രധാന സേവകരെന്ന നിലയിൽ നരേന്ദ്രമോദി വിദേശ മണ്ണിൽ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അതേസമയം സ്വന്തം പൗരന്മാർ വീട്ടിൽ മരിക്കുന്നു. ഓരോ സ്ഫോടനവും, ഓരോ സുരക്ഷാ വീഴ്ചയും, നഷ്ടപ്പെടുന്ന ഓരോ നിരപരാധി ജീവനും ദേശീയ സുരക്ഷയുടെ പൂർണ്ണമായ തകർച്ചയെ തുറന്നുകാട്ടുന്നതാണെന്നും തൃണമൂൽ പറയുന്നു. ഡൽഹിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി എടുത്തിട്ട് പോലുമില്ല. കുടുംബങ്ങൾ ദുഃഖക്കയത്തിൽ മുങ്ങിത്താഴുകയാണ്. എന്നിട്ടും നേതാവ് വിദേശ പര്യടനങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാണ്. അധികാരത്തിലിരിക്കുന്നവർ മൗനത്തിന് പിന്നിൽ ഒളിക്കുമ്പോൾ രാജ്യം കത്തും എന്നും മോദിയുടെ ഭൂട്ടാൻ ഫോട്ടോകൾക്ക് താഴെ വന്ന ഒരു കമൻ്റാണിത്. ഇന്നലെ രാത്രി നിങ്ങൾ സംഭവം അവലോകനം ചെയ്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു. ഇന്ന് രാവിലെ നിങ്ങൾ ഭൂട്ടാനിലേക്ക് പറന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ മുൻഗണനകൾ മറ്റെന്തോ ആണെന്ന സന്ദേശം നൽകുന്നില്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ നിങ്ങളെ ഇവിടെ നിൽക്കാൻ നിർബന്ധിതനാക്കുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഭൂട്ടാനുമായുള്ള നമ്മുടെ ബന്ധം പ്രധാനമാണെന്നത് ശരി തന്നെ. പക്ഷേ യാത്ര ഒരു ദിവസം വൈകിപ്പിച്ചാൽ ആ ബന്ധം ദുർബലമാകുമോ എന്നുമുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഭൂട്ടാനിൽ വിമാനമിറങ്ങി വിമാനത്താവളത്തിൽ നൽകിയ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി ടോബ്ഗെയോട് നന്ദി പറയുന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. വിശ്വാസം, സൗഹൃദം, പരസ്പര ബഹുമാനം എന്നിവയിൽ നങ്കൂരമിട്ട കാലം തെളിയിച്ച പങ്കാളിത്തമാണ് ഇന്ത്യയും ഭൂട്ടാനും ആസ്വദിക്കുന്നത്. ഈ സന്ദർശന വേളയിൽ നമ്മുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് മോദി തൻ്റെ ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. Waytonikah.com, the exclusive Muslim matrimonial site.